പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം. വേറൊന്നിന്റെയും പിന്നാലെ പോകരുത്, ഒന്നിന്റെ പിന്നാലെ പോകരുത്. ശരീഅത്ത് ഇസ്ലാമിന്റെ നിയമം, ആ നിയമം പൂർണ്ണമായി പാലിച്ചു പോകാൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല, കേരളത്തിൽ ഒരു സംഭവം ഉണ്ടായി ഈ ആഴ്ച. എന്താണ്? ഏകദേശം ഒരു 1.5 മാസം മുമ്പ് മരിച്ച ഒരാൾ, അയാളെ മയ്യത്ത് മറമാടാണ്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു റൂമിൽ വെച്ചിട്ട് മടങ്ങി വരും വണ്ടി കുത്തിട്ട് കുറച്ച് അയാളെ മയ്യത്ത് മറമാടില്ല. നിങ്ങൾ പത്രത്തിൽ വായിച്ചോന്നറിയാം, മയ്യത്ത് മറമാടാണ്ട് ഒരു റൂമിൽ വെച്ചു. സുബ്ഹാന ജല്ല ജലാലു. അപ്പൊ പത്രത്തിലൊക്കെ വരുന്നത് ആ മറമാടാണ്ട് വെച്ചതിൽ ഒരു മുത്തായാലും വിടുന്ന ഒരു മൊയിലാരും ഒരു സ്ഥലത്ത് നിന്ന് പഠിച്ച ഒരു മൊയിലാരും. എന്താണ് അങ്ങനെ സംഭവിച്ചത്? ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമം, ഇസ്ലാമിക നിയമം, ആ നിയമം നമ്മൾ പഠിച്ചാൽ അതിന്റെ അപ്പുറം പിന്നെ ഒരാളെയും വിലവെക്കാൻ പാടില്ല. ആര് പറഞ്ഞാലും ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമത്തിനപ്പുറം ഒരാള് പറഞ്ഞാലും നമുക്ക് സ്വീകരിക്കില്ല. ഇത് നമ്മൾ ഉറപ്പിച്ചു. ഒരാൾ മരിച്ചാൽ മരിച്ചോ ഇല്ലേ എന്ന് ഉറപ്പിക്കാനുള്ള ലക്ഷണങ്ങൾ, ആ ലക്ഷണം കണ്ടായാലും മരിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഡോക്ടർമാർ കൊണ്ട് നോക്കിച്ചാൽ മരിച്ചോ ഇല്ലേ വേഗം അവർ പറഞ്ഞു. അങ്ങനെ മരിച്ചു എന്ന് ഉറച്ചാൽ പിന്നെ വളരെ പെട്ടെന്ന് അദ്ദേഹത്തെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് നിസ്കരിച്ച് മറമാടണം. അത് അറിഞ്ഞോലെ വേണം, നിർബന്ധം. അതിനാരെ അറിയിക്കേണ്ടത്? ഒരാളെ അറിയിച്ചില്ല. പിന്നെന്താ ഉണ്ടായത്? ഈ മയ്യത്ത് ഇങ്ങനെ റൂമിൽ വെച്ചിട്ട് എല്ലാവരും ഇങ്ങനെ കുത്തി, അയാൾ മടങ്ങി വരും, അയാൾ എണീറ്റിങ് വരും വരും. അതെന്തുകൊണ്ടാ സംഭവിച്ചത്? അത് സംഭവിച്ചത് ശരീഅത്തിന്റെ നിയമം, മയ്യത്ത് മറമാടൽ നിർബന്ധമാണ്, കുളിപ്പിക്കൽ നിർബന്ധമാണ്, നിസ്കരിക്കൽ നിർബന്ധമാണെന്ന നിയമം എന്തിന്റെ പേരിലാണ് അവർ ഒഴിവാക്കിയത്? ഒഴിവാക്കിയത് ഒരു വ്യാജ ത്വരീഖത്ത്. വ്യാജ ത്വരീഖത്ത് കുടുങ്ങിയതാണ് ഒരു വ്യാജ ശൈഖ്. ഈ വ്യാജ ശൈഖിനെ വിശ്വസിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഇമാമിങ്ങളും പഠിപ്പിച്ച നിയമത്തിനപ്പുറം ഏതൊരുത്തം പറഞ്ഞാലും സ്വീകരിക്കാൻ പാടില്ല. അപ്പൊ അവനെന്താണ്? അവന് ഇവർ പറ്റിച്ചെങ്ങനെ? അതിന്റെ മുമ്പ് ആ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി, ഞാൻ കേട്ടതാണ്, ഒരു പെൺകുട്ടി ബോധം കെട്ടു മതി. അപ്പൊ ഈ ശൈഖിനെ വിളിച്ചറിയുമ്പോ ശൈഖ് പറഞ്ഞ് 3 ദിവസം കഴിയുമ്പോൾ മീറ്റിംഗ് വരുന്ന. 3 ദിവസം കഴിഞ്ഞപ്പോ ഓൾ എണീറ്റ് വന്ന്, കാരണം ബോധം കെട്ടാതെ മരിച്ചല്ല, ബോധം കെട്ടാ എണീറ്റ് വരും സാധാരണ. മൂസയിലായിരുന്നു തിരുവള്ളൂർ വടകരക്കട. മൂസ മുസ്ലിയാർ 3 മാസത്തോളം ബോധമില്ലാതെ കിടന്ന് മഫറത്ത് ഹോസ്പിറ്റലിൽ അബുദാബി. ഞാനും എപി സാഹൊക്കെ ചെന്നു, കേക്ക് ബോധമില്ല. പിന്നെയും കിടന്ന് 3 മാസം, 6 മാസത്തോളം ബോധമില്ലാതെ. പിന്നെ അയാളെ ബോധം തെളിഞ്ഞ് അയാൾ നാട്ടിൽ വന്ന്, അയാൾക്ക് അതിന്റെ ശേഷം ഒരു കുട്ടിയുണ്ടായി, ഒരു മകനോ മകളോ എന്നൊരു കുട്ടിയുണ്ടായി. ഇപ്പോഴും മൂസയിലാർ 1 മാസം മുമ്പ് എന്റെ അടുത്ത് കുട്ടിയുടെ കല്യാണത്തിന് ശരിക്കാൻ വന്നിരിക്കും. 6 മാസത്തിലധികം ബോധമില്ലാതെ കിടന്നിരിക്കും. അപ്പൊ ബോധമില്ലാതെ എല്ലാം ബോധം തെളിയൽ സാധാരണയാണ്. 3 ദിവസം ബോധമില്ലാതെ കിടന്ന പെണ്ണ് ബോധം തെളിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പൊ ഇവര് വിചാരിച്ച് ഇത് ഈ ശൈഖിന്റെ കറാമത്താണ്. ഏത് 3 ദിവസം കൊണ്ട് മരിച്ചിട്ട് നീറ്റ് വന്നാണ് ഇവര് വിചാരിച്ച്. ഇത് ബോധം കെട്ട പെണ്ണ് നീറ്റ് വന്ന. ചിലപ്പോ ഈ ബോധം കെടുത്തിയത് ഒരു ശൈത്താന് ബോധം കെടുത്താനുള്ള ചില പരിപാടികളൊക്കെ ശൈത്താനായിരിക്കും ഈ പെണ്ണിനെ ബോധം കെടുത്തുന്നത്. ആ ശൈത്താനും ഈ ശൈഖും തമ്മിൽ ചിലപ്പം കണക്ഷൻ ഉണ്ടാവും. അപ്പൊ ശൈത്താൻ പറഞ്ഞിട്ടുണ്ടാവും 3 ദിവസം കഴിയുമ്പോ ഇൻഷാ അല്ലാഹ് ഞാനങ്ങ് മാറും, അപ്പൊ ബോധം കിട്ടും. നിങ്ങളങ്ങനെ പറഞ്ഞോണ്ടിരുന്നുണ്ടാവും. ഈ അടിസ്ഥാനത്തിൽ ഈ കള്ള ശൈഖ് പറഞ്ഞിട്ടുണ്ടാവും 3 ദിവസം കഴിഞ്ഞിട്ട് ബോധം തെളിയും. 3 ദിവസം കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോ ശൈഖ് പറഞ്ഞു മരിച്ച പെണ്ണ് എണീറ്റ് വരും. 3 ദിവസം കഴിഞ്ഞപ്പോ എണീറ്റ് വന്നു, തീരുമാനിച്ചു. പിന്നെ കുറെ ദിവസം കഴിഞ്ഞപ്പോ ബാപ്പ മരിച്ചു തന്നെയാണ്, ബോധം കെട്ടല്ല. മരിച്ചപ്പോ ശൈഖിനെ വിളിച്ച് ശൈഖ് പറഞ്ഞു നിങ്ങളൊന്നും ചെയ്യേണ്ട, അയാൾ എണീറ്റിക്ക് വരും. അങ്ങനെ കുത്തിരിഞ്ഞതാവും 1.5 മാസം, 1 മാസം, 1 മാസത്തിന്റെ മേലെ ഇങ്ങനെ മയ്യത്തും വെച്ച് കുത്തിരിഞ്ഞു. ഇപ്പൊ എല്ലാം കൂടി അവസാനം പോലീസുകാർ വിളിച്ചിട്ട് പോകുമാണ് സംഗതി മനസ്സിലായത്. ഇത് അത്ഭുതത്തിന്റെ പിന്നാലെ പോയി, അത്ഭുതത്തിന്റെ പിന്നാലെ പോകാൻ നമ്മളോട് പറഞ്ഞു. അല്ലാഹു തആല നമ്മളോട് പറഞ്ഞു ശരീഅത്തിന്റെ പിന്നാലെ പോകാൻ. ثم جعلناك على شريعة من الأمر فاتبعها ثم جعلناك على عجب من الأمر فاتبعه. മനസ്സിലായില്ലേ? ശരീഅത്ത് ഫോളോ ചെയ്ത് ജീവിക്കണം, അത്ഭുതം ഫോളോ ചെയ്ത് ജീവിക്കണം എന്ന് പറഞ്ഞില്ല. അത്ഭുതം ദജ്ജാലിന്റെ അത്ഭുതം കാണിക്കും, ദജ്ജാലിന്റെ പിന്നാലെ പോലെ അത്ഭുതത്തിന്റെ പിന്നാലെ പോകാൻ പാടില്ല. മറിച്ച് നമ്മുടെ ശരീഅത്തിന്റെ പിന്നാലെ പോകാം.
ഈ വിവരം കൂടുതലില്ലാത്ത ചില ആളുകൾ വ്യാജ ത്വരീഖത്തുകളിൽ പോയിട്ട് ഈ വ്യാജ ത്വരീഖത്തുകളെ വിമർശിക്കുന്ന പണ്ഡിതന്മാരെ വിമർശിക്കുന്ന ഒരു സ്വഭാവം, അത് അവരുടെ അറിവുകേടാണ്. അല്ലാഹു തആല ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. ഉസ്താദുമാരെയും ആലിമീങ്ങളെയും ഒക്കെ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമുക്ക് ഈമാൻ സലാമത്തായി മരിച്ച് രക്ഷപ്പെടാൻ സാധിക്കുക. അല്ലാഹു തആല അതിന് നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഇബ്നുൽ ഹാജി റളിയല്ലാഹു അൻഹു മദ്ഖലിൽ പറഞ്ഞു, ഒരു ഉസ്താദിന്റെ കൂടെയുള്ള ഒരു ശിഷ്യനുണ്ടായി. കുറെ കാലം ഉസ്താദിന്റെ കൂടെ ജീവിച്ച് എന്നൊരു ദിവസം ശിഷ്യൻ കാണുന്നില്ല. കാണാതെ ആയപ്പോ ഉസ്താദ് അന്വേഷിച്ചു. അപ്പൊ പറഞ്ഞു, അയാൾ ഇപ്പൊ ഇങ്ങോട്ട് നമ്മളെ ക്ലാസ്സിൽ വരത്തില്ല, അയാൾ ഗ്രൂപ്പ് മാറി വേറെ വൈകും. അപ്പൊ അതെന്താന്ന് ചോദിച്ചു. അതെന്താ അറിയില്ല. എന്നാ അയാളെ വിളിച്ചോണ്ട് വന്നു. അയാളെ വിളിച്ചപ്പോ ആ ശിഷ്യൻ വന്നു. അതൊരു അഥപാട്. ഉസ്താദ് വിളിച്ചപ്പോ വന്നപ്പോ ഉസ്താദ് ചോദിച്ചു, എന്താ മോനെ ഇപ്പൊ കാണാത്തത്? ഞാൻ സ്വർഗത്തുനിന്ന് നിസ്കരിക്കാൻ പോക്കാണ്. സ്വർഗത്തുനിന്ന് നിസ്കരിക്കുക? ആ സ്വർഗത്തിൽ പോയിട്ടാ ഇപ്പൊ ഞാൻ നിസ്കരിക്കലോ. അപ്പൊ ഉസ്താദ് ചോദിച്ചു, സ്വർഗത്തിൽ എന്നെയും കൂട്ടുവന്നു. ഉസ്താദ് വരുന്ന ഉസ്താദിനെയും കൊണ്ടല്ല കൊണ്ടുപോകാനോ? അതിനെന്താ പോട്ടെ, രാത്രി വന്നിട്ട് ഈ സ്ഥലത്ത് നിൽക്കണോ? രാത്രി പോയി നിന്ന് ഉസ്താദ്. രാത്രി ആയപ്പോ വലിയൊരു പക്ഷി വന്നിട്ട് ഇറങ്ങി. ഉസ്താദ് ശിഷ്യനൊക്കെ പക്ഷിന്റെ പുറത്ത് കയറി. പക്ഷി സ്വർഗത്തിലേക്ക് പറഞ്ഞു. നേരെ പോയി ഒരു സ്ഥലത്ത് ഇറങ്ങി നോക്കുമ്പോ നല്ല ഭംഗിയുള്ള തോട്ടം, നല്ല ബിൽഡിങ്, നല്ല പരിമളം, ഭയങ്കര ജോറ് തന്നെ, സ്വർഗം തന്നെ. അപ്പോ അവിടെ പക്ഷി പറന്നുപോയി. അപ്പൊ ഉസ്താദിനോട് ശിഷ്യൻ, ഉസ്താദ് നമ്മൾ നിസ്കരിക്കല്ലേ? അപ്പൊ ഉസ്താദ്, ഇവിടെ നിസ്കരിക്കാൻ ഞാനില്ല. സ്വർഗത്തിലെത്തോളം നിസ്കരിക്കുക, സ്വർഗത്തിലെത്തിയാ പിന്നെ അന്നം സൂക്ഷിക്കുക. അങ്ങനെയാ. പിന്നെ സ്വർഗത്തിലെത്തിയിട്ട് നിൽക്കാരും നോമ്പുക. സ്വർഗത്തിലെത്തുന്നവരെ നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും സക്കാത്ത് കൊടുക്കുകയും, സ്വർഗത്തിലെത്തിയിട്ട് പിന്നെയും സക്കാത്ത് കൊടുക്കുക, പിന്നെയും അടുത്ത് പിരിവെടുക്കുക, പിന്നെയും അടുത്ത് പിന്നെ നിസ്കരിക്കുക. അങ്ങനെയാ. സ്വർഗത്തിലെത്തിയാ സൂക്ഷിക്കുക. അവിടെ ഇനി നിസ്കരിക്കാൻ ഞാനില്ല. അപ്പൊ ശിഷ്യ പറഞ്ഞ, ഞാൻ നിസ്കരിക്കാണ്. ഇനി നിസ്കരിച്ചാലും നിസ്കരിച്ചില്ല, ഞാനില്ല. അങ്ങനെ ഇവൻ നിസ്കരിച്ചു, ഉസ്താദ് നിസ്കരിച്ചില്ല. ഏകദേശം സുബീന്റെ സമയമായപ്പോ പക്ഷി രണ്ടാമതും വന്നു. ഉസ്താദെ, പക്ഷി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പോവല്ലേ? അപ്പൊ ഉസ്താദ്, ഞാൻ പോരില്ല. എന്താ, സ്വർഗത്ത് കടന്നാൽ ഇപ്പൊ നിങ്ങൾ ഫത്തുൽ മിനോദിയല്ലേ, ദാറുൽ ഖുലൂദ്, കാലകാലം സ്വർഗത്തിൽ. അങ്ങനല്ലേ ഫത്തുൽ മിനോദി? തുദ്ഖിലുനാ ദാറുൽ ഖുലൂദ്, എല്ലാ കാലവും സ്വർഗത്തിൽ. പിന്നെ ഇവിടുന്ന് പിന്നെയും പോന്നാ, സ്വർഗത്ത് കയറിയിട്ട് പിന്നെയും പോന്നാ. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോരാൻ, സ്വർഗത്തിന് ഞാൻ എന്നെയും പോകില്ല. അപ്പൊ ഈ പക്ഷി ഒന്ന് ചിറകൊന്നിങ്ങനെ അനക്കി. അപ്പൊ ഭൂമി കുലുങ്ങാണ് തോന്നുന്നു. ഉസ്താദെ, മുസീബത്ത് ഉണ്ടാവും എന്നാണ് ശിഷ്യ. അപ്പൊ ഉസ്താദിന് ഇല്ലില്ല, സ്വർഗത്തിൽ ഒരു മുസീബത്ത് ഉണ്ടാവും. സ്വർഗത്തിൽ വെച്ച് വീടിയെടുക്കുന്ന സ്വർഗത്തുനിന്ന് ഒരു മുസീബത്ത് ഉണ്ടാവില്ല, അതിന് പേടിച്ചിട്ടില്ല. അപ്പൊ കുറച്ചു നേരം പക്ഷി ഇങ്ങനെ കുലുക്കി, നേരെ ഇങ്ങനെ വെളുത്തു വന്ന പക്ഷി അങ്ങ് പറഞ്ഞു. രണ്ടാളും അവിടെ തന്നെ നിന്ന് സുബ്ഹാനല്ലാഹ്, സൂര്യൻ ഉദിച്ചു നോക്കുമ്പോ എന്ത് പറയാനാ? ആ രാജ്യത്തുള്ള മുഴുവൻ നജസും കാട്ടവും കൊണ്ടുപോയിടുന്ന സ്ഥലമാണ്. എല്ലാ വേസ്റ്റും കാട്ടവും കൊണ്ടുപോയിടുന്ന സ്ഥലമാണ്. ഈ നജസിലാണ് ഇപ്പൊ അത് പെട്ടത്. ഉസ്താദ് പറഞ്ഞു, മോനെ കണ്ടോ, എന്തേതാ സ്ഥലം നോക്കും, എന്തല്ല സാധനം നോക്കൊക്കെ നജസാ. നീ സാധാരണ മര്യാദയ്ക്ക് സുന്നത്ത് നിസ്കരിക്കുന്ന നിന്നെ ഈ നജസ് കൊണ്ടുവന്നിട്ട് സുന്നത്ത് കരിപ്പിക്കാൻ വേണ്ടി ശൈത്താൻ ഉണ്ടാക്കിയ പരിപാടി. ശൈത്താൻ കാണിച്ച അത്ഭുതമാണ്. ഈ അത്ഭുതത്തിലാണ് നീ പെട്ടുപോയത്. അപ്പോഴാണ് ഈ ശിഷ്യന് ബോധ്യപ്പെടുന്നത്, ഉസ്താദിനെ വിട്ട് ആലിമീങ്ങളെ വിട്ട് അത്ഭുതത്തിന്റെ പിന്നാലെ പോയാൽ നജസ് പോയിട്ട് നിസ്കരിക്കലായിരിക്കും ഉണ്ടാകുന്നത്. ഇബ്നുൽ ഹാജി റളിയല്ലാഹു അൻഹു കിതാബുൽ മദ്ഖലിൽ പറഞ്ഞൊരു സംഭവമാണ്. അപ്പൊ നമ്മൾ അത്ഭുതത്തിന്റെ പിന്നാലെയല്ല പോകേണ്ടത്, ശരീഅത്തിന്റെ നിയമം, ആലിമീങ്ങളിൽ പിടിച്ച നിയമത്തിന്റെ പിന്നാലെയാണ് നമ്മൾ പോകേണ്ടത്. എല്ലാവരും കൃത്യമായിട്ട് നിസ്കരിക്കണം. അതുപോലെ തന്നെ അല്ലാഹുവിനെ ഇബാദത്തുകൾ ചെയ്യണം. കളവ് പറയരുത്, വാക്ക് ലംഘിക്കരുത്, ചീത്ത വിളിക്കരുത്, നാവ് കൊണ്ട് അനാവശ്യം പറയരുത്, ആരെയും സ്വന്തം ഭാര്യമാരെ പോലും നിസ്സാരപ്പെടുത്തരുത്. എല്ലാവരും പരസ്പരം ബഹുമാനിക്കണം. ഒരു വർഗീയതയുണ്ടാക്കരുത്, തീവ്രവാദവും ഭീകരവാദവും ഉണ്ടാകരുത്. നമ്മൾ വളരെ സൗഹൃദപരമായ അന്തരീക്ഷത്തിൽ ജീവിക്കണം. നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം.